ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഇൻസ് അക്കാഡമി. ഇൻസ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിന്റെ ഗൂസ്ബെറീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഇതിലെ മെയിൻ 2 ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ സ്കെച്ച്, നരേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഓതർ ആന്റൺ ചെക്കോവ് ആണ്. ആന്റൺ ചെക്കോവിന് നിങ്ങൾക്ക് ഓൾറെഡി പരിചയം ഉണ്ടാവും, കാരണം നിങ്ങൾ 10ാം ക്ലാസ്സിലെ വാങ്ക എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ ഓതറാണ് ആന്റൺ ചെക്കോവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സിലബസ് ഒക്കെ മാറി, ആ ചാപ്റ്റർ ഒന്നും ഇല്ല, പക്ഷെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും വാങ്ക. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് എന്ന ചാപ്റ്ററിന്റെ നരേഷനിലോട്ട് പോവാം. ഗൂസ്ബെറീസ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ ആന്റൺ ചെക്കോവ്, എ റിനൗൺഡ് റഷ്യൻ ഓതർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂസ്ബെറീസ് എന്ന് പറയുന്നത് അറിയപ്പെടുന്ന റഷ്യൻ ഓതർ ആയിട്ടുള്ള ആന്റൺ ചെക്കോവിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. The story revolves around 2 brothers, Ivan Ivanich and Nikolai Ivanich, who are searching for happiness in their own ways. Okay, അപ്പൊ ഈ ഒരു സ്റ്റോറിയിൽ 2 പേരെ പറ്റിയാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അവര് ബ്രദേഴ്സ് ആണ്. അവരുടെ പേര് ഓർത്ത് വെക്കണം. പേരെന്താണ്? ഇവാൻ ഇവാനിച്ച് ആൻഡ് നിക്കോളായ് ഇവാനിച്ച് എന്നാണ് അവരുടെ പേര്. ഓക്കെ, അപ്പോ അവര് 2 പേരും അവരുടേതായ രീതിയിൽ ഹാപ്പിനെസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ? നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ഹാപ്പിനെസ് ആണ് അല്ലെ? അപ്പോ ഹാപ്പിനെസ് എന്താണ്? അവരുടേതായ രീതിയിൽ അവര് തേടിക്കൊണ്ടിരിക്കുകയാണ്. Who are searching for happiness in their own ways. The story begins with Ivan Ivanich, a veterinary surgeon, and his friend Bokin, a schoolmaster, walking across the fields near the village of Mirovsky on a rainy day. അപ്പോൾ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവാൻ ഇവാനിച്ചിനെ കാണിച്ചുകൊണ്ടാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഒരു വെറ്റിനറി സർജൻ ആണ്, ഒരു മൃഗ ഡോക്ടറാണ്. ഇനി and his friend Bokin, a school master. അപ്പോ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബോക്കിൻ ഒരു സ്കൂൾ മാസ്റ്റർ ആണ്. അവർ 2 പേരും കൂടിയും വാക്കിംഗ് അക്രോസ് ദ ഫീൽഡ്സ് നിയർ ദ വില്ലേജ് ഓഫ് മിറോസ്കി. മിറോസ്കി എന്ന് പറയുന്ന ഒരു വില്ലേജിന്റെ ഫീൽഡ്സിലൂടെ ഇങ്ങനെ ഇവർ 2 പേരും നടക്കാണ്. ഓൺ എ റെയിനി ഡേ, അപ്പോ മഴക്കാലം അങ്ങനെ ഒരു ഡേയിലാണ് നടക്കുന്നത്. They seek shelter at Alyokin's house, a friend of Ivan's who lives in a large farmhouse with his farm and mill. Okay, അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഇവർ 2 പേരും ഇവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ ഇവാന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അയോഗിൻസിന്റെ ഹൗസിൽ അന്നത്തെ ദിവസം താമസിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഫ്രണ്ട് ഓഫ് ഇവാൻസ് ഹു ലീവ്സ് ഇൻ എ ലാർജ് ഫാം ഹൗസ്. അപ്പൊ ഇദ്ദേഹം എന്താണ് ഒരു 2 സ്റ്റോറി ഫാം ഹൗസിലൊക്കെയാണ് ഇദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല എന്താണ് ഹിസ് ഫാം ആൻഡ് മിൽ, അദ്ദേഹത്തിന്റെ മില്ലും പിന്നെ എന്താണ് ഒരു ബാത്തിങ് ഷെഡ് ഒക്കെ ഉള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ബാത്തിങ് ഷെഡിൽ ഒരു കുളിക്കുന്ന കാര്യമൊക്കെ ആ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ഇവാനും അതേപോലെ തന്നെ ഫ്രണ്ടും അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ മേത്ത് മൊത്തം ഡേർട്ട് ആയിരിക്കും. അങ്ങനെ ഒരു സീൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, as they take shelter from the rain, Ivan begins to narrate the story of his brother Nikolai. Okay, അങ്ങനെ അവരെന്താണ് അന്നത്തെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മളുടെ ഇവാൻ എന്താണ് ഇവാന്റെ അനിയനായിട്ടുള്ള നിക്കോളായുടെ സ്റ്റോറി പറയാനായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവര് ഓൾറെഡി നേരത്തെ ഈ ഒരു സ്റ്റോറി പറയാൻ നിൽക്കുന്ന സമയത്താണ് മഴ പെയ്യുന്നതും നേരെ നമ്മളുടെ ഒരു അല്യോക്കിന്റെ വീട്ടിലോട്ട് വരുന്ന കാര്യമൊക്കെ. ഓക്കെ, അങ്ങനെ ഇവര് അല്യോക്കിനോടും ബ്രോസ്കിനോടും എന്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഈ ഒരു സ്റ്റോറി നമ്മളുടെ ഇവാൻ പറയാണ്. Nikolai was a government clerk who dreamed of living a peaceful country life. Okay, അപ്പൊ നിക്കോളായ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗവൺമെന്റ് ക്ലർക്കാണ്. ഓക്കെ, പക്ഷെ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ജീവിതം ഇഷ്ടമായിരുന്നില്ല. അതായത് ഒരു എല്ലാ ദിവസവും ഒരു ജോലി തന്നെ ചെയ്ത് ജീവിക്കാൻ ഉള്ള താല്പര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നിക്കോളായ്ക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്താണ് ഒരു കൺട്രി ലൈഫ്, അതായത് എന്താണ് ഒരു ഫാം ഹൗസ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ താമസിക്കാനായിരുന്നു ആർക്ക് ഇഷ്ടം? നമ്മുടെ നിക്കോളായ്ക്ക് ഇഷ്ടം. He had a fixation with owning a riverside farm with a gooseberry bush. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് മൈൻഡിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം ആയിരുന്നു എന്ത്? ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി ലൈഫിൽ താമസിക്കണം. അവിടെ എന്താണ് ഒരു ഗൂസ്ബെറി ബഷ് അങ്ങനെ കാര്യങ്ങളൊക്കെ വേണം. ഒരു ഗൂസ്ബെറിയുടെ എന്താണ് നല്ലോണം ഗൂസ്ബെറി ഒക്കെ ഉണ്ടാക്കി അങ്ങനെ എന്താണ് നല്ലൊരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു ജീവിതം ജീവിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നില്ല? അതിനുള്ള ക്യാഷോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഓക്കെ, to achieve his goal, he lived frugally and saved money, eventually marrying an old widow for her wealth and buying her 300-acre estate. അങ്ങനെ എന്താണ് ഭയങ്കര ചെലവ് ചുരുക്കിയാണ് ഇദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പം മുതൽ എന്താണ് ഭയങ്കര ചെലവ് ചുരുക്കി എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഒരു എസ്റ്റേറ്റ് മേടിക്കാനും അവിടെ താമസിക്കാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ചെലവ് ചുരുക്കിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു എസ്റ്റേറ്റ് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ മാത്രം ഇദ്ദേഹം എന്താണ് ഒരു വയസ്സായിട്ടുള്ള ഒരു വിഡോനെയാണ് കല്യാണം കഴിക്കുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന് 40ാം വയസ്സിൽ അത്യാവശ്യം വയസ്സായിട്ടുള്ള ഒരു വിഡോൻ, ഒരു അഗ്ലി വിഡോ എന്നാണ് അതിൽ പറയുന്നത്. ഒരു അഗ്ലി വിഡോനാണ് കല്യാണം കഴിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. വിഡോ ഫോർ ഹർ
വെൽത്ത് ആൻഡ് ബൈങ് 300 എസ്റ്റേറ്റ്. അങ്ങനെ എന്താണ്, അവളുടെ മരണശേഷം അവളുടെ സ്വത്ത് ആർക്ക് കിട്ടി, ഇവൻക്ക് കിട്ടി. അങ്ങനെ ആ പൈസ വെച്ചിട്ട് ഒരു 300 ഏക്കർ വരുന്ന ഒരു എസ്റ്റേറ്റ് ആര് മേടിക്കുകയാണ്, ഇവൻ മേടിക്കുകയാണ്. ഓക്കെ, നിക്കോളാസ് ലൈഫ് took a turn as he became lazy and self indulgently satisfied with his new found wealth and status. അങ്ങനെ എന്താണ്, അങ്ങനെ ആ ഒരു എസ്റ്റേറ്റ് മേടിച്ചതോടുകൂടി ഇവന്റെ ലൈഫ് മൊത്തത്തിൽ മാറാണ്. അവൻ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് അവന്റെ ലൈഫ് മാറാണ്. അവൻ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാറുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ജോലിയൊന്നും എടുക്കണ്ട, അവിടെ തന്നെ എസ്റ്റേറ്റിൽ തന്നെ നിന്നാൽ മതി. അത് മാത്രമല്ല എന്താണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ വണ്ണം വെച്ചൊരു പിഗിന്റെ പോലെ ആവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി നോക്കാം. He even started giving out castor oil and soda as medicine to the villagers, believing it would earn him spiritual merit. അതായത് എന്താണ്, ഒരു പ്രഭുക്കന്മാരെ പോലെ എന്താണ് അവിടെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ വോഡ്ക കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്, മദ്യം കൊടുക്കലും അതേപോലെ തന്നെ എന്താണ് എന്ത് അസുഖം വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് എന്താണ് കാസ്റ്റർ ഓയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാൾ എന്തായിട്ട് കൊടുക്കുന്നത്, മെഡിസിൻ ആയിട്ടൊക്കെ കൊടുത്തിരുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. When Ivan visited his brother, he was struck by his emptiness of Nikolai's happiness, symbolized by the sour gooseberries he had grown. Okay, അങ്ങനെ ഒരു ദിവസം നമ്മളുടെ ഇവാൻ ആരെ കാണാൻ വേണ്ടി വരാണ്, നിക്കോളയെ കാണാൻ വേണ്ടി വരാണ്. അങ്ങനെ ഇവർ കുറെ നേരം സംസാരിച്ചു. അങ്ങനെ അന്നാണ് നമ്മളുടെ നിക്കോളായുടെ ഫാമിൽ നിന്ന് ആദ്യമായിട്ട് ഗൂസ്ബെറീസ് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ദിവസം. ഓക്കെ, അപ്പൊ അങ്ങനെ ഗൂസ്ബെറീസ് നമ്മൾ ഇവർ രണ്ടുപേരും കഴിക്കുന്ന സീനുണ്ട്. നിക്കോളായി പറയുന്നുണ്ട് എന്ത്, ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഇവാൻ ഇത് എന്തായിട്ടാണ് തോന്നുന്നത്, ഭയങ്കര കയ്പുള്ളതായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടുപേരും കാണിക്കുന്നത് രണ്ട് പെർസ്പെക്റ്റീവ്സ് ആണ്. അതായത് നിക്കോളായുടെ മനസ്സിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്തായിരുന്നു, ആ ഗൂസ്ബെറീസ് ആണ് അവന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അതായത് അത് ഹാർവെസ്റ്റ് ചെയ്യുക, അവന്റെ എസ്റ്റേറ്റ് സ്വന്തമായിട്ട് മേടിച്ചു, അവൻ ആഗ്രഹിച്ച് ചെയ്ത് അവനക്ക് കിട്ടി, അവന്റെ ഹാപ്പിനെസ് അവനക്ക് കിട്ടി. പക്ഷെ അത് നമ്മുടെ ഇവാന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, അവനക്ക് അത് എന്തായിട്ട് തോന്നില്ല, അതൊരു ഹാപ്പിനെസ് ആയിട്ടും ഒന്നും തോന്നില്ല. അതാണ് ഒരാൾക്ക് അവിടെ മധുരമായിട്ടും മറ്റൊരാൾക്ക് കയ്പായിട്ടും തോന്നാനുള്ള കാരണം. ഓക്കെ, ബാക്കി നോക്കാം. The story takes a philosophical turn as Ivan reflects on the nature of happiness and the meaning of life. He realizes that the true happiness lies not in the personal satisfaction but in doing good for others. അതായത് നമ്മുടെ ഇവാന്റെ കാഴ്ചപ്പാടില് നമ്മളുടെ ശരിക്കുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നാണ് ആരുടെ കാഴ്ചപ്പാടിലുള്ളത്, ഇവാന്റെ കാഴ്ചപ്പാടിലുള്ളത്. പക്ഷേ നിക്കോള എന്താണ്, ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു എസ്റ്റേറ്റ് വേണം, അദ്ദേഹത്തിന് എന്താണ് ഒരു ഗൂസ്ബെറി ബുഷ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്താണ്, അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ നമ്മുടെ ഇവാന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്തല്ല, അവൻ ആ ഒരു ഹാപ്പിനെസ്സിൽ എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാണിച്ചിരുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. The story concludes with Ivan feeling a sense of regret and sadness, acknowledging his own shortcomings and the fleeting nature of human existence. Through his narrative, Chekhov masterfully explores the themes of social class, the pursuit of happiness, and the human condition, leaving the readers with a profound sense of introspection and contemplation. Okay, അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന കുറച്ച് തീംസ് ആണ് ഇതിൽ പറയുന്നത്. ഇത് നിങ്ങൾ കാണാതെ, ഈ ഒരു ലൈന് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. Through this narrative എന്നുള്ള ഈ ഒരു ലൈൻ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കണം. ഇതിന്റെ ഏതൊരു നരേഷൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ രണ്ട് ക്യാരക്ടർ സ്കെച്ചുകളാണ്. ഫസ്റ്റ് ക്യാരക്ടർ സ്കെച്ച് നമ്മൾ നിക്കോള ഇവാനിച്ചിന്റെ ആണ് പറയുന്നത്. നോക്കാം. Nikolai Ivanich is a key figure in Anton Chekhov's short stories Gooseberries. He is a brother of Ivan and works as an official at the Exchequer. Nikolai's life driven by a simple yet powerful dream to own a farmhouse with a beautiful garden surrounded by nature. Okay, അപ്പോൾ നമ്മുടെ നിക്കോളായുടെ ഫസ്റ്റത്തെ ലൈൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നിക്കോളയുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് എന്താണ്, അതായത് ഓൺ എ ഫാം ഹൗസ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ സറൗണ്ടഡ് ബൈ നേച്ചർ. സ്വന്തമായിട്ടൊരു ഫാം ഹൗസ് മേടിക്കുക, അതെന്താണ് നേച്ചറിനായിട്ട് സറൗണ്ട് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഓക്കെ, ടു ടേൺ ദിസ് ഡ്രീം ഇൻ ടു റിയാലിറ്റി ഹി മേക്സ് എ സിഗ്നിഫിക്കന്റ് സാക്രിഫൈസസ്. ആ ഒരു ഡ്രീം എന്താണ് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവൻ ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്യുന്നുണ്ട്. അതെന്താ ചെയ്യുന്നത്, ഹി ലീവ്സ് ആൻ എക്സ്ട്രീംലി ഫ്രൂഗൽ ലൈഫ് പ്രയോറിറ്റൈസിങ് സേവിങ് ഓവർ പേഴ്സണൽ കംഫർട്ട്. അതായത് എന്താണ്, അദ്ദേഹം പേഴ്സണൽ കംഫർട്ടിന് പകരം എന്താണ് പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത്, സേവിങ്സ് ആണ് പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് അത് വാങ്ങിക്കാന്ന് പകരം എന്താണ്, അത് സേവ് ചെയ്തിട്ട് നാളേക്ക് വേണ്ടി അത് സേവ് ചെയ്യാന്നുള്ള രീതിയിലാണ് ആര് ജീവിച്ചിരുന്നത്, നമ്മളുടെ നിക്കോളായി ജീവിച്ചിരുന്നത്. ഓക്കെ, ഹി ലീവ്സ് ആൻ എക്സ്ട്രീംലി ഓക്കെ his determination is so strong that he is willing to do whatever it takes, even it means marrying an old widowed woman who is not exactly his ideal partner. Okay, അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സാക്രിഫൈസ് ആയിട്ട് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ഐഡിയൽ പാർട്ട്ണർ അല്ലാത്ത ഒരു വിഡൌഡ് ആയിട്ടുള്ള ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ഒരു വുമണെയാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു സ്ത്രീയുടെ
ഈ പണത്തിന് വേണ്ടി മാത്രമാണ്, ഓക്കെ, പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ കല്യാണം കഴിക്കുന്നത്. ഓക്കെ, നിക്കോളാസ് ഹാർഡ് വർക്ക് ആൻഡ് സാക്രിഫൈസ് അൾട്ടിമേറ്റ്ലി പേ ഓഫ് ആൻഡ് ഹി ഗെറ്റ്സ് ടു ലീവ് ഹിസ് ഡ്രീം. ഓക്കെ, പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു സാക്രിഫൈസും കാര്യങ്ങളൊക്കെ എന്താണ് അവസാനം പേ ഓഫ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്താണ്, അദ്ദേഹം ജീവിച്ച രീതിയിൽ അദ്ദേഹത്തിന് എന്താണോ ഹാപ്പിനെസ് അദ്ദേഹം മനസ്സിൽ വിചാരിച്ച രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ഓക്കെ, ഹി ബിക്കംസ് എ ലാൻഡ് ഓണർ സറൗണ്ടഡ് ബൈ ബ്യൂട്ടി ഓഫ് നേച്ചർ വിത്ത് ഹിസ് ഓൺ ഫാം ഹൗസ് ആൻഡ് ഗാർഡൻ. അദ്ദേഹം എന്താണ് ലാൻഡ് ഓണർ ആയി മാറുന്നുണ്ട്. അദ്ദേഹം എന്താണ് ആ ഒരു ബ്യൂട്ടി, ആ ഒരു ഗാർഡന്റെ ബ്യൂട്ടിയിൽ സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. ഓക്കെ, ഓൺ ദി സർഫേസ് ഹി അപ്പിയേഴ്സ് ടു ബി എ ഹാപ്പി ആൻഡ് കണ്ടന്റഡ് മാൻ ഹാവിംഗ് അച്ചീവ്ഡ് ദ ലൈഫ് ഓഫ് ഹി ഓൾവേസ് വാണ്ടഡ്. ഓക്കെ, അപ്പൊ ഏറ്റവും അവസാനം വരുമ്പോൾ എന്താണ്, അവൻ ഹാപ്പിയാണ്. അവൻ ആഗ്രഹിച്ച ആ ഒരു ജീവിതം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മുടെ നിക്കോളായ് ജീവിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിക്കോളയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവാൻ ഇവാനിച്ചിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് നോക്കാൻ പോകുന്നത്. നോക്കാം കേട്ടോ. Ivan Evans is a key figure in Anne and Chekhov short stories Gooseberries. He is a veterinary doctor who grew up loving the countryside. Okay. അദ്ദേഹം എന്താണ്, ഒരു വെറ്റിനറി ഡോക്ടറാണ്. അത് മാത്രമല്ല ഒരു കൺട്രി സൈഡിലും താമസിക്കാനും ഇതിനൊക്കെ ആർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളുടെ ഇവാനും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവാൻ ഹാസ് ചൂസൺ ടു റിമൈൻ സിംഗിൾ ആൻഡ് ഹിസ് ലൈഫ് ബിക്കം ക്വൈറ്റ് റൂട്ടീൻ ആൻഡ് ഇവന്റ്ഫുൾ. ഓക്കെ, അദ്ദേഹം എന്താണ്, സിംഗിൾ ആയിരുന്നു. ഇവാൻ എന്തായിരുന്നു, സിംഗിൾ ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ റൂട്ടീൻ എന്ന് പറയുന്നതിലും അദ്ദേഹം എന്താണ്, ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടറിന്റെ ആ ഒരു ചിട്ടയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മാത്രമല്ല അൺഇവന്റ്ഫുൾ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കാത്ത, പ്രത്യേകിച്ച് എന്താണ്, ഇവന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ലൈഫായിരുന്നു ആരത്, ഇവാന്റേത്. ഓക്കെ, എവറിത്തിങ് ചേഞ്ചസ് ഫോർ ഇവാൻ വെൻ ഹി വിസിറ്റ് ഹിസ് ബ്രദർ നിക്കോളാസ് ഹു ഇസ് ലിവിംഗ് ഹിസ് ഡ്രീം ലൈഫ് ഓൺ ദി ഫാം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ ലൈഫ് മൊത്തം ചേഞ്ച് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കോളായുടെ ഫാം, ഇദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള നിക്കോളായുടെ ഫാം വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ലൈഫ് ചേഞ്ച് ആവുന്നതും ഇദ്ദേഹം വേറെ പല കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഓക്കെ, സീയിങ് നിക്കോളാസ് കണ്ടംപ്റ്റ് മേക്ക് ഇവാൻ ഫീൽ എ മിക്സ് ഓഫ് ഇമോഷൻസ് ഇൻക്ലൂഡിംഗ് ഡെസ്പയർ. ഓക്കെ, നിക്കോളായുടെ എന്താണ് അങ്ങനത്തെ ഒരു ലൈഫ് കാണുമ്പോൾ പല ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആണ് ആർക്ക് വരുന്നത്, നമ്മുടെ ഇവാന് വരുന്നത്. ഓക്കെ, ഇൻക്ലൂഡിംഗ് ഡെസ്പയർ അങ്ങനെയുള്ള ഇമോഷൻസ് പോലും എന്ത് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഹി സ്റ്റാർട്ട്സ് റിഫ്ലെക്സിംഗ് ഓൺ ഹിസ് ഓൺ ലൈഫ് റിയലൈസിംഗ് ദാറ്റ് ഡിസ്പൈറ്റ് ഹാവിംഗ് എ സ്റ്റേബിൾ കരിയർ ഹി ഈസ് മിസ്സിംഗ് ഔട്ട് ഓൺ ട്രൂ ഹാപ്പിനെസ്. അതായത് നമ്മളുടെ നിക്കോളയുടെ ലൈഫ് കാണുമ്പോഴാണ് ഇവാൻ ഒരു കാര്യം മനസ്സിലാവുന്നത്, എന്ത്, സ്റ്റേബിൾ കരിയർ അദ്ദേഹം ഫോക്കസ് ചെയ്ത് പോയപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് എന്താണ്, അദ്ദേഹത്തിന്റെ ലൈഫിലെ ഹാപ്പിനെസ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് എപ്പോഴാണ്, നിക്കോളയുടെ ഒരു ഫാം ഹൗസ് വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത്. ഓക്കെ, Ivan comes to profound realization in his life through seemingly complete lacks the kind of happiness his brother has found. അതായത് അദ്ദേഹത്തിന്റെ റിയലൈസേഷൻ അവസാനം വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രദർ കണ്ടുപിടിച്ച അത്രയും ഹാപ്പിനെസ് പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ലൈഫിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള റിയലൈസേഷൻ എന്ത് വരുന്നുണ്ട്, അവസാനം വരുന്നുണ്ട്. ഓക്കെ, നിക്കോളാസ് എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ഇവാൻ വാട്ട് റിയൽ ഹാപ്പിനെസ് മീൻസ്, മേക്കിംഗ് ഹിം റിവാലുവേറ്റ് ഹിസ് ഓൺ ലൈഫ് ചോയ്സ് ആൻഡ് പ്രിയോറിറ്റീസ്. ഓക്കെ, അതായത് നിക്കോളായുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കി എന്താണ് അദ്ദേഹം ആലോചിക്കുകയാണെന്ന്, എന്താണ് ശരിക്കുള്ള ഹാപ്പിനെസ് എന്താണ്. അത് മാത്രമല്ല മേക്കിംഗ് ഹിം റിവാലുവേറ്റ് ഹിസ് ഓൺ ലൈഫ് ചോയ്സസ് ആൻഡ് പ്രിയോറിറ്റീസ്, അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രയോറിറ്റീസിനെയും ചോയ്സസിനെയും എന്താണ് അദ്ദേഹം വീണ്ടും റീവാലുവേറ്റ് ചെയ്ത് ആലോചിക്കുകയാണ്. എന്തൊക്കെയാണ് ഞാൻ ലൈഫിൽ ചെയ്തത്, ഞാൻ ചെയ്തത് ശരിയായിരുന്നോ, എനിക്ക് ഹാപ്പിനെസ് ഉണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫിൽ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റോറി ഉള്ളത്. ഒന്ന് നമുക്ക് എന്താണ് നമ്മുടെ ഇവാന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കാം, ഒന്ന് നിക്കോളയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കാം. ഓക്കെ, രണ്ട് പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു സ്റ്റോറി ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. ദ സ്റ്റോറി ഗൂസ്ബെറി ടെൽസ് us how Nicola Ivanich attains his goal and long cherished dream. If you were a reporter, how would you cover the success of Nicola? Write the newspaper report giving its suitable title. Okay, അതായത് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്, നമ്മൾ നിക്കോളയുടെ ലൈഫ് നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു സക്സസിനെ പറ്റി ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പിന്നെ നോക്കാം, വാട്ട് സാറ്റിസ്ഫൈസ് one needs satisfies others. This sentence assumes much significance in the short story Gooseberries. Attempt a character sketch of Ivan Ivanich, a younger brother who is found of the bitter and sour gooseberries. അതായത് ഇവാൻ ഇവാനിച്ചിന്റെ എന്താണ് ക്യാരക്ടർ സ്കെച്ച് ആണ് പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ഡയറി ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഡയറി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒന്നില്ലെങ്കിൽ നിക്കോളയുടെ ഡയറിയോ അല്ലെങ്കിൽ ഇവാന്റെ ഡയറിയോ ചോദിക്കുക. ഇപ്പൊ നിക്കോളയുടെ ഡയറി ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗൂസ്ബെറീസ് അന്ന് കഴിക്കുമ്പോൾ സ്വന്തം ബ്രദറും അടുത്തുണ്ട്, ഗൂസ്ബെറീസ് അന്ന് അവൻ കഴിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഒരു ടൈമിലുള്ള ഒരു ഡയറി എഴുതാം. അതേപോലെ തന്നെ ഇവാന്റെ കേസിലോട്ട് വരുമ്പോൾ എന്താണ്,
ഇങ്ങനെ ആ ഒരു ഫാം ഹൗസിലോട്ട് വന്നിട്ടുള്ള അന്നത്തെ ദിവസമുള്ള ഡയറി ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ അല്യോക്കിന്റെ വീട്ടിൽ വന്നിട്ടുള്ള അന്നത്തെ ദിവസമുള്ള ഡയറി ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുക. അതേപോലെ തന്നെ നറേഷൻ പഠിച്ചിട്ടുണ്ടാവണം, 2 ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ടുണ്ടാവണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.